വാർത്ത വന്നപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. അതേപോലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതേപോലെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. അത് സംബന്ധിച്ച് സ്പീക്കർക്ക് കത്ത് കൊടുത്തു. അദ്ദേഹം പാർട്ടി പരിപാടികളിലൊന്നുമില്ല. മറ്റു നടപടികൾ ആലോചിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, മറ്റു നടപടികൾ ആലോചിക്കേണ്ടതാണ്. ഓരോ സാഹചര്യവും അതിൻ്റെതായ അർത്ഥത്തിൽ ഞങ്ങൾ പരിഗണിക്കുകയും കണക്കിലെടുക്കുകയും ചെയ്യും. അത് അതിൻ്റെ ഉചിതമായ സമയത്ത് ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളും. ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് രണ്ട് തരത്തിലാണ് വന്നത്. ഒന്ന്, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്കാരി എനിക്കും പ്രതിപക്ഷ നേതാവിനും പരാതി അയച്ചു. അത് പിന്നെ ഓൾറെഡി ദർസ് എ കേസ് രജിസ്റ്റേർഡ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഗോയിങ് ഓൺ. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് നിയമപരമായ ബാധ്യതയില്ല. മുഖ്യമന്ത്രിയുടെ പരാതി കൂടെ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതും കൂടെ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് അതാരും കൈമാറിയിട്ടുമില്ല. ഇനി വേറെ ആർക്കെങ്കിലും ഐ ആം നോട്ട് ഇൻ റെസിപ്റ്റോ. എനിക്ക് കിട്ടിയിട്ടില്ല. ഇല്ല, ഇപ്പം അതൊന്നും ഈ പറയുന്ന പരാതികളിലും അതില്ലല്ലോ. അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട. ഞാൻ ഒറ്റയ്ക്കല്ല, ആലോചിച്ച് തീരുമാനിക്കേണ്ട. ഞങ്ങളത് ആലോചിച്ച്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഓരോ സംഭവത്തിൻ്റെയും പുരോഗതി അനുസരിച്ച്, ഗൗരവം അനുസരിച്ച് തക്ക സമയത്ത് ആലോചിച്ച് തീരുമാനിക്കും. അത് എങ്ങനെയാണ്, അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അല്ലേ, അകത്ത് നടന്ന കാര്യമാണ്. ഞാൻ അറിഞ്ഞില്ല, മനസ്സിലാക്കാം, വരട്ടെ. ഞങ്ങൾ എടുത്ത നടപടിയെ നിങ്ങൾ മാനിക്കുന്നില്ലേ? അല്ലല്ല, അതിനൊക്കെ അതിൻ്റെതായ പ്രോസസ്സുണ്ട്. പുറത്താക്കലിനൊക്കെ അതിൻ്റെ പ്രൊസീജിയറുണ്ട്. ഞങ്ങൾ ആദ്യമേ മാധ്യമ വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ളൊരു പാർട്ടി ചുമതലയിൽ നിന്ന് ഹി വാസ് കമ്പൽഡ് ടു റിസൈൻ. അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. സെക്കൻഡ്, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തേർഡ്, അദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സ്പീക്കർക്ക് കത്ത് കൊടുത്തു. അസംബ്ലി സമ്മേളനം ചേരുമ്പോൾ അദ്ദേഹം നമുക്കറിയാം സജീവമായിരുന്നില്ല, അല്ലെങ്കിൽ സജീവമാകുന്ന വ്യക്തി സജീവമായിരുന്നില്ല. അദ്ദേഹത്തിന് പ്രത്യേക സീറ്റാണ് അറേഞ്ച് ചെയ്തത്. ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ല. ഇല്ലില്ല, ഔദ്യോഗികമായ ഒരു പരിപാടിയിലും സംബന്ധിച്ചില്ല. അത് ഒന്ന്, MLA സ്ഥാനം രാജിവെക്കേണ്ടത് വ്യക്തിയാണ്. പിന്നെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാൾ അദ്ദേഹത്തിന് ഉചിതമായ തീരുമാനം എടുക്കും. അതെനിക്കറിയില്ല. രാഹുൽ ഗാന്ധിക്ക് അയച്ച പരാതിയുടെ ഒരു കോപ്പിയാണ് എനിക്ക് തന്നെ. അതെ, രണ്ടും അയച്ചോ? ഞാൻ അത്രയും കൃത്യമായിട്ട് വേണമെങ്കിൽ നോക്കി പറയാം. ഇല്ലില്ല, മുൻതൂക്കത്തിന് യാതൊരു കുറവുമില്ല. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, തീരദേശ മേഖലയുടെ വറുതി, വന്യമൃഗ ശല്യം, അക്രമ രാഷ്ട്രീയം. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി, CPM-ന്റെ സ്ഥാനാർത്ഥി 20 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. വടക്കാഞ്ചേരിയിലെ അവരുടെ സ്ഥാനാർത്ഥി കരുവണ്ണൂർ കേസിലെ പ്രതിയാണ്, ജയിൽ കിടന്ന വ്യക്തിയാണ് CPM-ന്റെ സ്ഥാനാർത്ഥി. അതൊക്കെ ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. അതെല്ലാം UDF-ന് അനുകൂലമായ ഘടകങ്ങൾ തന്നെയാണ്. ഉചിതമായ സമയത്ത് തീരുമാനം എന്നുള്ളതാണ് ഇപ്പോഴത്തെയും കോൺഗ്രസിന്റെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ ഒരു പരിപാടികളിലും രാഹുൽ ഇല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്.